EVS എന്നൊരു ചോദ്യം ചോദിച്ചാലോ? ഓക്കെ. എങ്ങനെയാ നമ്മൾ ഭക്ഷണം കഴിക്കണേ? കൈ കഴുകിയിട്ട്. ഓക്കെ. കൈ കഴുകുമ്പോ എത്ര സമയം കൈ കഴുകണം? കഴുകിക്കോ. അത് പഠിച്ചിട്ടില്ല അല്ലെ EVSല്? അല്ല, ഞാൻ ഇതൊന്നും അല്ല ചോദിക്കുന്നേ. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ കൈ കഴുകണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി പഠിപ്പിക്കും. ഇതെന്താണ് EVS? എൻവയോൺമെന്റൽ സയൻസ്. ഇതൊക്കെ അത് ഞാനൊന്നും പഠിക്കുമ്പില്ലല്ലോ. ഞാൻ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു EVS. അതൊക്കെ നീ കൈ കഴുകാതെ തിന്നുന്ന കണ്ടിട്ട് ടീച്ചർ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നതാ, മോളെ അങ്ങനെയല്ല തിന്നണ്ടെന്നുള്ളത്. ഇത് വന്നു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വേറെ ഏതൊക്കെ ഇഷ്ടപ്പെട്ട സബ്ജക്ട്? മാത്സ്. മാത്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. വലിയ പാടാണ്. വിരലിങ്ങനെ മടക്കാൻ പാടില്ല, അല്ലാതെ പറയണം. അപ്പൊ ഗുണനമില്ല, ഹരണം അധികം വേണ്ട, കുറയ്ക്കൽ കുറവ്. ഓക്കെ. അപ്പോൾ എന്റെ ചോദ്യം, 6 നിന്നും 2 കുറഞ്ഞാൽ എത്രയാണ്? കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി അമൃതയോടാണ് ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കാം. അമൃതേ, ഒരു കണക്ക് തന്നെയാണ് ചോദിക്കാൻ പോണേ. കുസൃതി ചോദ്യമാണ്. തല കുത്തി നിന്നാൽ വലുതാവുന്നത് ആരാ? തല കുത്തി നിന്നാൽ ഒരു സംഖ്യയാണ്. തല കുത്തി നിന്നാൽ വലുതാവുന്ന ഒരു സംഖ്യ. സംഖ്യ എന്ന് പറയുമ്പോ ഡിജിറ്റ്. ഒരക്കം, ഒരു ഡിജിറ്റ്. ഇങ്ങനെ എഴുതിയ ചെറുതാണ്, ഇങ്ങനെ എഴുതിയ വലുതാണ്. 6. രണ്ടുപേരും മിടുക്കികളാണ്. ഇനി അടുത്തതൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. A ഫോർ ആപ്പിൾ എന്ന് പറയുന്നത് പോലെ Z ഫോർ സീബ്ര. വെരി ഗുഡ്. അത് ആരോട് ചോദിച്ച? അമൃതയോട് ചോദിച്ച ചോദ്യമല്ലേ അത്? എനിക്കറിയില്ലായിരുന്നു. അമൃതയോടെ ചോദിച്ചതെന്ന് അറിയില്ലായിരുന്നോ? ശരി, എന്നാ അമൃതയോട് ഞാൻ വീണ്ടും ചോദിക്കാൻ പോവാണ്. ഞാനൊരു പാട്ടിന്റെ ആദ്യത്തെ 2 വരി പാടും, അതിന്റെ ബാക്കി പാടണം. ഓക്കെ? കാക്കേ കാക്കേ ഡാഷ്. കാക്കേ കാക്കേ കൂടെ. ബാക്കി എന്താ? കൂട്ടിനകത്തൊരു ഡാഷ് ഉണ്ടോ? കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് ഡാഷ് കൊടുത്തില്ലേ? കുഞ്ഞിന് ഡാഷ് കൊടുത്തില്ലേ? കുഞ്ഞിന് ഡാഷ് കൊടുക്കാഞ്ഞാൽ കുഞ്ഞിന് തീറ്റ കൊടുത്തു. കുഞ്ഞ് കിടന്ന് കരയൂലേ? അടിപൊളിയാണ്. രണ്ടുപേരും ഒരു രക്ഷയില്ല. ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് രണ്ടുപേരും. ഇനി 2 ജനറൽ നോളജ് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തീരും. പെട്ടെന്ന് വരണം. എന്റെ പേരെന്താണ്? രമേശ് പിഷാരടി. ഇവിടെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ചോദിച്ചപ്പോഴും ഇവിടെ നിന്നായിരുന്നു ആൻസർ വരാൻ. ഇനി അമൃതയോടാണ് ക്വസ്റ്റ്യൻ. ഈ ആന്റിയുടെ പേരെന്താണ്? 3 ഓപ്ഷൻ തരും. ഓക്കെ ആണോ? കത്രീന കൈഫ്, ദീപിക പദുക്കോൺ, രചന നാരായണൻകുട്ടി. അത് പറയാൻ പറ്റുന്നത് അതൊക്കെ വലിയ കഴിവ് തന്നെ കേട്ടോ. ഇനി കോമൺ ക്വസ്റ്റ്യൻ 2 പെട്ടെന്ന് ആൻസർ പറയണം. ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? മോള് ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? വാലാട്ടി. സൂപ്പർ. ഒരു പട്ടികളുടെ സിനിമ. സിനിമ കണ്ടത് ഏതാ? ഇന്നലെ ഏതെങ്കിലും സിനിമ കണ്ടോ? ഇല്ല. മെനങ്ങാന്ന് തിയേറ്ററിൽ പോയ സിനിമ കണ്ട ലാസ്റ്റ്? ലൂസിഫർ ആണോ കണ്ടേ? ഇപ്പൊ 2 വർഷം മുന്നേ ആണോ? അയ്യോടാ സിനിമ കണ്ടേ? ആണല്ലേ? ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. മക്കളെ, ഒരു സയൻസ് ആണ്.
ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണോ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കാണോ ദൂരം കൂടുതൽ? നല്ല ചോദ്യമാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണോ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കാണോ ദൂരം കൂടുതൽ? ഒന്നോടെ പറയാവോ? ഏ ഒന്നോടെ പറയാവോ? റിപ്പീറ്റ് പ്ലീസ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണോ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കാണോ ദൂരം കൂടുതൽ? ഇവിടുന്ന് ചന്ദ്രനിലേക്ക്. മേടിക്ക്. ആഹാ സൂപ്പർ, കറക്റ്റ് ആട്ടോ. പക്ഷെ അത് കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യം ആകുമ്പോൾ അതിനകത്തൊരു കുസൃതി വേണ്ടേ? ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യത്തിൽ നമ്മൾ ഉത്തരം എന്ത് പറയും? ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ദൂരം കൂടുതൽ. എന്താ കാരണം? അതെങ്ങനെ? തിരുവനന്തപുരം നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല, ചന്ദ്രനെ നോക്കിയാൽ കാണാം. അപ്പൊ ഇനി ഇവര് രണ്ടുപേരില് ആരാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള ചോദ്യമാണ്. ആൻസർ അറിയുന്നവര് കൈ പൊക്കണം, എന്നിട്ട് രണ്ടുപേരും പറയണം. റെഡിയാണോ? ആർക്ക് വേണേലും പറയാം കേട്ടോ. ആർക്ക് വേണേ പറയാം, ചാടി കയറി പറയരുത്, കൈ പൊക്കണം, എന്നിട്ട് ആൻസർ പറയണം. ഓക്കെ? കൈ പൊക്കണേ. നമ്മൾ തിന്നുന്ന ചോറ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? എന്താണത് സാധനം? എന്താ? അരി. നിങ്ങൾക്ക് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ funsupon@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക.